ഹലോ ഗൈസ്, അന്നുകുട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ എൻ്റെ ഓണം പരീക്ഷയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി 3 പരീക്ഷകളുടെ ഒന്നൊരു പരീക്ഷയാണ്, സോഷ്യലാണ്. അപ്പോൾ ഫസ്റ്റ് പരീക്ഷയും സെക്കൻഡ് പരീക്ഷയും ഞാൻ മറന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ അതിൽ ഉത്തരം ഞാൻ എഴുതിയിട്ടില്ല. കാരണം ആ പേപ്പർ എടുത്തിട്ട് ഞാൻ ഇന്ന് പരീക്ഷ എഴുതാൻ പോവാണ്. അപ്പോൾ കൈസ് നോക്കൂ, ദിസ് ഈസ് മൈ യൂണിഫോം. കൈസ് ഇതിലും നല്ല പ്രധാനം ക്വസ്റ്റ്യൻ പേപ്പർ വരും, 2 പേപ്പർ ഒരെണ്ണത്തിന്. കൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പറയാൻ മറന്നു, ഹാപ്പി ഓണം. പിന്നെ ഓൾ ദി ബെസ്റ്റ്. ഓണപ്പരീക്ഷയ്ക്ക് എല്ലാവരും ഫുൾ മാർക്ക് കിട്ടും. നിങ്ങൾക്ക് 40 അപ്പോൾ നമുക്ക് 40 അത്രയൊന്നും കിട്ടില്ല. അപ്പം നമുക്ക് പോവാം. ഒരു സ്കെയിലും ഒരു പേനയും എടുത്തിട്ടാണ് പോകുന്നത്. ചട്ട അവിടെ ഉണ്ടാവും. ഇതൊക്കെ എൻ്റെ മൈ ബ്രദറിൻ്റെ എൻ്റെ ഏട്ടനാണ് ഇതൊക്കെ എടുത്ത് വെച്ചത്. നോക്കാം, നമുക്ക് പോവാം. സുമർത്താണ്, നമുക്ക് പോവാം. ഞാൻ ബാക്കിലാണ് എത്തി. ക്ലാസ്സിൽ പോലെ തന്നെ മൈ സീറ്റ്. നിങ്ങളുടെ റോൾ നമ്പർ എത്രയെന്ന് പറയണം. എത്തി. ഇനി 2 പരീക്ഷയുണ്ട്. 2 പരീക്ഷയാണ്. അപ്പോൾ ഞാൻ വേറെ മോഡലിലേക്ക് വരിക. ഒക്കെ എഴുതാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കേരള പടാവലിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റത്തെ ഒരെണ്ണം വിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിടാം. ഇതിൽ ഒയ്യൂത് എഴുതിയാൽ കുഴപ്പമില്ല. ഇതിൻ്റെ മുന്നത്തെ ഫസ്റ്റ് പരീക്ഷ കേരള പടവ്. ഫസ്റ്റ് വായിക്കാൻ എഴുതാം എന്നാണ്. വായിക്കാം. ഇനി ഇങ്ങനെ എഴുതുന്നുണ്ടാവും, കാരണം പരീക്ഷയാണ്. കാടിനെ കുറിച്ചിട്ടാണ്. കാട്ടിലുണ്ട് പാട്ട് തേടും. വായിച്ചു, നമുക്ക് ചോദ്യത്തിലേക്കാണ്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ബെല്ലടിക്കണം. ബെല്ലടിച്ചിട്ടില്ല. അടിക്കുന്നവരെ ഒന്നുകൂടി വായിക്കാം. ബെല്ലടിച്ചു. ബെല്ലേതാണെന്ന് ഞാൻ കാണിച്ചിരുന്നു. കുട്ടികളെ ഇങ്ങനെ കളിപ്പിക്കില്ല, അതാണ്. പോവാം. ടൈം 2 മണിക്കൂറാണ്. 2 മണിക്കൂറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ പറയുന്നത് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമല്ലോ, അത് കാരണം 1 മണിക്കൂറാണ് ഫസ്റ്റത്തെ വിഷയത്തിന്. പിന്നെ വിഷയം അതേപോലെ തന്നെ 2 മണിക്കൂർ. ഇപ്പോൾ 1 മണിക്കൂറേ ഉള്ളൂ. ഇപ്പോൾ കൂൾ ഓഫ് ടൈം ആയിരുന്നു. അത് കഴിഞ്ഞ് നമുക്കിനി എഴുതാം. ഇനി ഫസ്റ്റത്തെ വായിക്കാം. തേൻ കാണാൻ തേടാൻ എത്തുന്നതാരി. ലൈനൊന്നും വരച്ചില്ല. ലൈൻ വരയ്ക്കണം. ഞാൻ പെൻസിൽ കൊണ്ടുവന്നില്ല, അപ്പോൾ മേടിച്ചിട്ട് തരാം. ടീച്ചർ എൻ്റെ ഏട്ടൻ കാണിക്കണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലാവും. ഞാനൊരു പെൻസിൽ വെച്ചിട്ടുള്ളൂ. ഒരു പെൻസിലിൻ്റെ റബ്ബർ വേണം. പിഷ്കത്തരം എന്ന് പറഞ്ഞു നോക്കൂ. ഒരു കുഞ്ഞ പെൻസിലാണ് നിൽക്കുന്നത്. എന്താ പറയുക, ടീച്ചറാണ് എൻ്റെ. തെറ്റിപ്പോയി ഗൈസ്. ലൈനിൻ്റെ സമയമാണ്. ഇതിന് ബെല്ലൊന്നും ഉണ്ടാവില്ല. പറഞ്ഞു കേട്ടോ, ലൈനിൻ്റെ സമയമാണ്. ലൈൻ വയ്ക്കാണ്.
നെയിം എഴുതാം. പേസ് തുടങ്ങി കിട്ടും. നെയിം ലാസ്റ്റ് എഴുതാം, അതാണ് ഇപ്പോൾ നല്ലത്. ഗൈസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ചട്ട പാടില്ല. ചട്ട ഗൈസ് കൊണ്ടുപോയി. ഗൈസ് ചട്ട കൊണ്ടേ ഒക്കെ എഴുതാം. നെയിമിനിപ്പോൾ എഴുതണ്ട. ഫസ്റ്റത്തെ നോക്കാം. ഗൈസ് ഫസ്റ്റത്തെ അതിൻ്റെ ഉത്തരം കിട്ടി. ഫസ്റ്റത്തെ ഉത്തരം എഴുതാണ്. ഫസ്റ്റത്തെ ഉത്തരം എഴുതിയിട്ടുണ്ട്. നമുക്ക് മാറാം. ശരിയുള്ളതായുണ്ട്. എൻ്റെ ഉത്തരം ഗൈസ് കാട്ടുവള്ളി. അതാണേ ചോദ്യം വായിച്ചാൽ മനസ്സിലാവും. സെക്കൻഡാണ് കാട്ടുപുഴുവിൻ്റെ മാനസം അന്വേഷിക്കുന്നതാര്? കാട്ടുപുഴുവിൻ്റെ മനസ്സ് അന്വേഷിക്കുന്നത്. നോക്കട്ടെ ഗൈസ് കിട്ടി. ഗൈസ് ഫുൾ മാർക്ക് കിട്ടുന്ന തോന്നുന്നത്. ഗൈസ് 40ലാണ്. ഇപ്പോൾ സെക്കൻഡ് എഴുതാം. സെക്കൻഡ് ഗൈസ് ആരുടെ പാട്ടിലാണ് മൂളപ്പെടുന്ന ഈണമുള്ളത്? സാരം വരുന്നില്ല. എഴുതാം. അടുത്തത് മുടി ഉണ്ടാക്കാം. പ്രിൻ്റ് പേപ്പർ കൊണ്ടുവരാൻ പറ്റി. നോക്കാം. മാമലകൾ മഴ ഞാറ്റും എന്തുകൊണ്ട് കറി? മഴയത്ത് എഴുതി. അടുത്തത് ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണോ പഠിക്കുന്നത്? കമൻറ്റ് ചെയ്യൂ. നമുക്ക് നോക്കാം. നോക്കാം. ഇവിടെ ശബ്ദം പാടില്ല. എൻ്റെ ലാസ്റ്റത്തെ ആക്ടിവിറ്റി ആയി. ഫിനിഷ്. ടീച്ചർ ടോയ്ലറ്റ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാനാണ്. കുറച്ച് അടിപൊളി സിമ്പിളായിരുന്നു ക്വസ്റ്റ്യൻസ്. നോക്കാം എന്താ മാർക്ക് ഉണ്ടാവുകയെന്ന്. ഗായ്സ് പറഞ്ഞ 40-20
സന്തോഷിക്ക് B+. എന്താണ് ഇത്ര മതി? ഏതൊക്കെ തെറ്റി ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഉത്തരം ഇതായിരുന്നു, അത് ശരിയായി. സെക്കൻഡിലത്തെ ഇതുമായിരുന്നു, അതും ശരിയായി. ഇതും ശരിയായി. ഇത് തെറ്റി. ഇതായിരുന്നു, അത് തെറ്റി. പിന്നെ ഇതും ശരിയായി. ഇതും ശരിയായി. ഇതും ശരിയായി. സംഭാഷണമല്ല, അതൊക്കെ കിട്ടും. ഇതും ശരിയായി. ഞാൻ വിട്ടത് ഏതറിയൂ? ഇതും സിമ്പിളായിരുന്നു. സോ സിമ്പിൾ. 2 എണ്ണം വിടാം. ഇത് നോക്കണം കേട്ടോ. ശരി. അപ്പോൾ കുറച്ചേ തെറ്റുള്ളൂ. നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് പരീക്ഷയ്ക്കാണ്. കണ്ണാടിയിൽ എൻ്റെ മുഖമാണ്. നെക്സ്റ്റ് പരീക്ഷയാണ്. നെക്സ്റ്റ് പരീക്ഷയാണ്. ഇത് വയ്ക്കുമ്പോൾ ഒന്നും കാണാനില്ല. കടയിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരിക്കുന്നു. അല്ല അയ്യോ, ഇത് കിട്ടണില്ല. അതെ, സ്പെല്ലടിച്ചു കൃത്യസമയം. കൊടുത്തില്ല. ഇത് മുന്നത്തെ മറ്റൊരു പേപ്പറിലാണ് ഇട്ട്. അപ്പോൾ നമുക്ക് ഒരു B+, ഒരു A+, സന്തോഷം. നമുക്ക് വീട്ടിലേക്ക് പോവാം. ബെല്ലടിച്ചു. സോഡ വീട്ടിലെത്തി. ഇരിക്കണില്ലല്ലോ. ഓക്കെ, അപ്പോൾ കട്ടി. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് തൊട്ടാൽ മതി. പ്ലീസ്. ഞാൻ ഇനി കുറേ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അത്രേ പറയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നെ ഞാനൊരു പാട്ടിടും ഇതിൽ തന്നെയാണ്. ഞാൻ എന്ന് വെച്ചാൽ മൈ സെൽഫ് പറയുന്നുണ്ട് സോഷ്യലിൽ. ഇപ്പോൾ പറയണ വേണ്ട ഗൈസ്. നമുക്ക് അപ്പോൾ ഗൈസ്, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഹാപ്പി ഓണം. എല്ലാത്തിനും നന്നായി പഠിക്കാനാണ്. അടുത്ത് ബേസിക് പഠിക്കുകയാണ്. വൈകുന്നേരം വരേണ്ട ഹെൽത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ സിമ്പിൾ. എന്നിട്ട് ലാസ്റ്റ് മൊത്തം അടിച്ചിട്ടേക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട്, ഞാൻ ഇതൊക്കെ തമാശക്ക് പറഞ്ഞാണ് ഞാൻ പഠിക്കുന്നത്. ഞാനും പഠിക്കണൊക്കെയുണ്ട്. ഇപ്പോൾ ഒരു വ്ലോഗ് ചെയ്തതാണ്, പഠിക്കാറായിട്ടില്ല ഗൈസ്. അപ്പോൾ നിങ്ങളും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഹാപ്പി ഓണം. അടുത്തിന് കുറേ നാൾ കഴിയും. ബൈ.